ഇവിടുത്തെ ലൈഫും കൾച്ചറും എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ താല്പര്യം. 3 മാസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര. ജർമ്മനിയിൽ വരാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാണ്ട് പോവത്തില്ല. തന്നെ വിന്റർ സെമസ്റ്ററിൽ ഒക്കെ വരുന്ന കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ വിന്ററിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ജർമ്മനിയിൽ വരുന്നവർക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് എന്റെ ജോലി. എന്താ പറയുക, ഈ പറയുന്നത് ലോൺലിനെസ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. വന്ന സമയത്തൊക്കെ അത് അഡ്ജസ്റ്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇവൻസ് കിട്ടും ആൻഡ് ഐ ഹേറ്റ് ദാറ്റ്. എനിക്കത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കാരണം ഹലോ, സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ പേര് എസ്തർ. ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് 1 വർഷമായി. ഇൻ ദിസ് വീഡിയോ ഐ എം ഗോയിങ് ടു ഷെയർ ഓൾ ദ ഗുഡ് and bad things that I have experienced in Germany. The life എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ പ്ലീസ് ഡു ഫോളോ ആൻഡ് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. നിങ്ങൾക്ക് ഇത് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഞാൻ എൻ്റെ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ജർമ്മനിയിലേക്ക് ലാൻഡ് ചെയ്തു. ആൻഡ് എനിക്ക് ഈ 1 വർഷം എന്ന് പറയുന്നത് ഭയങ്കര പെട്ടെന്ന് പോയി എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് അതിനെ നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ 3 മാസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു പുതിയൊരു കൾച്ചറിനെ അഡാപ്റ്റ് ചെയ്യാൻ, പുതിയൊരു സ്ഥലത്തിന് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 5 മാസം ലൈക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്തു, ഒരു പുതിയ സ്ഥലത്താണ്, ഇവിടെ ഇങ്ങനെയാണ് എന്നൊക്കെ അക്സെപ്റ്റ് ചെയ്തു. അതുമായിട്ട് മുന്നോട്ട് പോയി ആൻഡ് ഐ എം സ്റ്റാർട്ടഡ് എൻജോയിങ് മൈ ലൈഫ് ഹിയർ. അത് കഴിഞ്ഞ് പിന്നെയുള്ള സമയങ്ങൾ എന്ന് പറയുന്നത് പെട്ടെന്നായിരുന്നു. ഇപ്പോൾ തന്നെ 2025 തുടങ്ങി, ഏപ്രിൽ കഴിഞ്ഞു, മെയ്യിലേക്ക് നമ്മൾ പോവാണ്. എന്ത് പെട്ടെന്നാണില്ലേ ഈ സത്യം പറയുക. ഈ 4 മാസങ്ങൾ പോയത് ഞാൻ അറിഞ്ഞിട്ട് തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ അങ്ങനെയായിരുന്നു എൻ്റെ ജേർണി. ആൻഡ് ഇന്ന് ഇപ്പൊ ഇവിടെ ഏപ്രിൽ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ വിന്റർ ഒക്കെ കഴിഞ്ഞ് സ്പ്രിങ്ങിലേക്ക് വരുന്ന സമയമാണ്. ഫസ്റ്റ് തന്നെ ഒരു ഗുഡ് തിങ് പറഞ്ഞു തുടങ്ങാം. കാരണം ഏപ്രിൽ ടു ഒരു ഒക്ടോബർ എന്ന് പറയാൻ പറ്റില്ല, ഒരു സെപ്റ്റംബർ വരെയൊക്കെ എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര നല്ലൊരു സമയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പേഴ്സണലി, വെതറിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ. ബിക്കോസ് ഞാൻ വന്നത് ഏപ്രിൽ ആയതുകൊണ്ട് തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു 8 മണി 9 മണി ആയാലും ഈ ഇപ്പത്തെ ഒരു വെളിച്ചല്ലേ ഇത് അതേപോലെ തന്നെ ഉണ്ടാവും. ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും, പക്ഷെ നമ്മൾക്ക് ഒരു 4 മണി ആയിട്ടുള്ളൂ, 5 മണി ആയിട്ടുള്ളൂ എന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നും. അതിനി എന്നെ സംബന്ധിച്ച് ഭയങ്കര നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച പോലെ എന്താ പറയുക, ഡേ ടൈം വിന്ററിൽ ഡേ ടൈം കുറവായിരിക്കും, സമ്മറിൽ ഡേ ടൈം കൂടുതലായിരിക്കും എന്നൊക്കെ പഠിച്ചത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത് ഇവിടെ വന്നിട്ടാണ്. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ഒരുപാട് സമയം കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ സമ്മർ വരാൻ ഇങ്ങനെ കാത്തിരിക്കും, ഇങ്ങനെ പുറത്തു പോകാനും. നമുക്ക് എവിടെ വേണമെങ്കിലും പോകാൻ നമുക്ക് ഭയങ്കര സമയമുള്ള പോലെ ഫീൽ ചെയ്യും. ബട്ട് വിന്റർ എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ വിന്റർ സെമസ്റ്ററിൽ ഒക്കെ വരുന്ന കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ വിന്ററിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ജർമ്മനിയിൽ വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ പറയുന്ന പോലെ തന്നെ നേരെ തിരിച്ചോ. അപ്പൊ 4 മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഒരു ഇരുട്ടി തുടങ്ങും. നമുക്കൊരു 8 മണി, നമ്മൾ നാട്ടിലെ ഇത് വെച്ചിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു 8 മണിയൊക്കെ പോലെ ഫീൽ ചെയ്യും. ആൻഡ് അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ എന്താ പറയാ, നമുക്ക് പുറത്തിറങ്ങാൻ തോന്നില്ല, ആൻഡ് പുറത്ത് എവിടെയും പോവാൻ തോന്നില്ല. ഭയങ്കര തണുപ്പും, ചിലപ്പോൾ മഴ പെയ്യും, തണുപ്പ്, ചിലപ്പോൾ മഞ്ഞായിരിക്കും. അങ്ങനെ എല്ലാവരും അകത്ത് തന്നെ ഇരിക്കാൻ, ജോലിക്ക് പോലും പോവാൻ ഭയങ്കര ഒരു മടിയും ഒക്കെ വരുന്നൊരു സമയമാണ്. അപ്പൊ നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ആയിരിക്കും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. അത് ഒരു കുറേ നേരം കഴിയുമ്പോൾ നമ്മൾ തന്നെ അറിയാണ്ട് നമുക്കൊരു ഡിപ്രസിങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഈ പറയുന്നത് ലോൺലിനെസ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ആ ഒരു എൻവയൺമെന്റ് കാരണം. അതുകൊണ്ട് ഇപ്പൊ വിന്റർ സെമസ്റ്ററിൽ വരുന്ന ഞാൻ ഒരുപാട് പേര് പറയുന്ന കേട്ടു, എന്റെ ഫ്രണ്ട്സ് തന്നെ വിന്റർ സെമസ്റ്ററിൽ വന്നവർക്ക് വന്ന സമയം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടുത്തെ വെതറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഒരു സമയത്ത് വരുന്നത് ഭയങ്കര അടിപൊളിയായിട്ടാണ് തോന്നുന്നത്. ആൻഡ് അത് അടിപൊളിയാണ്. കാരണം നമ്മൾ ഈ ലൈഫൊക്കെ ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞിട്ടാണ് മെല്ലെ വിന്റർ ഒക്കെ വരുള്ളൂ. നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആവും. പക്ഷേ ഇവിടുത്തെ റൂൾസ് ആൻഡ് ഡിസിപ്ലിൻസ്, എത്ര ഡിസിപ്ലിൻ ഇല്ലാത്ത ആളും ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഡിസിപ്ലിൻഡ് ആവും എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. കാരണം പ്രത്യേകിച്ച് ടൈം മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 2 മിനിറ്റ് ലേറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി പോകുന്നു. 2-3 മിനിറ്റിന്റെ ലേറ്റ് കാരണം നമ്മൾ 2-3 മാസം കഷ്ടപ്പെട്ട് വെയിറ്റ് ചെയ്തെടുത്ത ടെർമിൻ നഷ്ടപ്പെടുന്നു. അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോയിന്റ്മെന്റ്സ് ആണ് ടെർമിൻ എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ നഷ്ടപ്പെടുന്നു. അതൊക്കെ വളരെ സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ. അപ്പം 2-3 പ്രാവശ്യം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഭയങ്കര പങ്ക്ച്വൽ ആവും. എന്താ പറയാ, ഇവിടുത്തെ ആൾക്കാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്,
നമ്മൾ ഒരിക്കലും ട്രാഫിക്കിനെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ബാഡ് ടൈം മാനേജ്മെന്റ് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇന്ന സമയത്ത് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ആണെങ്കിൽ ഈ ട്രാഫിക് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് ഡിലേ ആവും എന്നുള്ളത് നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ഇറങ്ങാൻ എന്നാണ് അവർ പറയുന്നത്. അപ്പം അത്രയും ഇമ്പോർട്ടൻസ് ഇവിടെ ടൈമിനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഭയങ്കര പ്ലാൻഡ് ആയിട്ട് ജീവിക്കുന്നവരാണ്. ഒരു വർഷത്തേക്കുള്ള പ്ലാൻ അവർ വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അടുത്ത വർഷം തുടങ്ങുമ്പോഴത്തേക്ക് അടുത്ത വർഷം ജാനുവരി തൊട്ട് ഡിസംബർ വരെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ച് അതൊക്കെ എനിക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം എനിക്ക് അങ്ങനെ ഒരു പ്ലാനും ഇല്ലാണ്ട് ജീവിക്കുന്ന ഒരാളാണ്. ഐ മീൻ പ്ലാൻ ഉണ്ട്, ബട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇന്ന സമയത്ത് ഇന്ന സമയത്ത് അങ്ങനെ പ്ലാൻ ഉണ്ടാക്കി വെച്ചാലും ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ വിചാരിക്കും ഇവരെങ്ങനെയാണ് ഇങ്ങനെ ചെയ്തു വെക്കുന്നത്, ഇവരിത്രയും ഓർഡേർഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വന്ന പോലെയല്ല ഇപ്പം. ഒരു വർഷമായപ്പോഴത്തേക്ക് ഞാൻ കുറച്ചും കൂടെ കൂടുതൽ ഡിസിപ്ലിൻഡ് ആയി, ടൈമിലൊക്കെ കുറച്ചും കൂടെ എന്താ പറയാ പങ്ക്ച്വൽ ആവാൻ തുടങ്ങി. എനിക്ക് ഇപ്പോഴും ഇവിടെ മനസ്സിലാവാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് ഇങ്ങനെ ബ്രെഡ് കഴിച്ച് ജീവിക്കുന്നതെന്നാണ്. ലൈക്ക് നാട്ടിൽ നിന്നായിരുന്നപ്പോൾ എനിക്ക് ഈ ബ്രെഡൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുഡ് ഐറ്റത്തിൽ പെടുന്ന ഒരു സാധനമായിരുന്നു ബ്രെഡും ജാമും. പിന്നെ അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു ദിവസം ഞങ്ങൾക്ക് തരുന്നത് ബ്രെഡും ജാമും ആയിരുന്നു ഒരു വൈകുന്നേരം സ്നാക്ക് ചില സമയങ്ങളിൽ. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിക്കാനൊക്കെ. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ ഏറ്റവും വെറുക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ബ്രെഡാണ്. കാരണം ഇവിടെ ബ്രെഡിന്റെ ഒരു നാടാണിത്. കാരണം എല്ലാവരും രാവിലെയും കൂടുതലും ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഇവിടെ ബ്രെഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, ഇവരെങ്ങനെയാണ് ഇവരുടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ബ്രെഡ് കഴിച്ച് ജീവിക്കുന്നതെന്ന്. കാരണം ഞാനിവിടെ വന്ന് 2-3 മാസത്തോടെ ബ്രെഡ് ഞാൻ കംപ്ലീറ്റ് മടുത്തു. അതുപോലെ തന്നെ ഇപ്പൊ ഇന്ത്യൻസ് ഒക്കെ ആകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾക്കൊക്കെ കുറച്ച് എരിവൊക്കെ ഉള്ള ഭക്ഷണം അല്ലെങ്കിൽ നല്ല ചോറും നല്ല കറികളൊക്കെ എന്താ പറയാ അതൊക്കെ കൂട്ടുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി എനിക്ക് ഇവിടുത്തെ ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല. എന്താ പറയാ, ഫസ്റ്റ് ഒന്നും എനിക്ക് ഇവിടുത്തെ ഫുഡ് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. 1 ഇയർ കൊണ്ട് ഞാൻ ആ ഫുഡൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. പക്ഷെ നമുക്ക് ആ ഒരു എന്താ പറയാ, നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് പലപ്പോഴും ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ കിട്ടാറില്ല. പക്ഷെ എന്നാലും ചില ഫുഡ് ഐറ്റംസ് ഒക്കെ ഭയങ്കര കൂളാണ്, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആണ് കേട്ടോ. ഐ മീൻ ഫുഡാണ് ഇവിടെ, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ്സ് ആണ് ഇവിടെ ഉള്ളവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഇവർ ഒരുപാട് കാലങ്ങൾ ജീവിക്കുന്നതും ഉണ്ട്. ആൻഡ് അതർ തിങ് എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാം, എല്ലാവരും പറയുന്നതാണ് പച്ചപ്പ് ഹരിതാഭയുള്ള സ്ഥലം എന്നാണല്ലോ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ എല്ലായിടത്തും ഇതുപോലെ കണ്ടില്ലേ, പച്ചപ്പും ഹരിതാഭയാണ്. കാരണം ഈ ഒരു കാര്യം നമുക്ക് കൂടുതൽ സ്ഥലങ്ങളിലും ഇതുപോലത്തെ ഭയങ്കര ഗ്രീനിഷ് ആയിട്ടും ഭയങ്കര നല്ലൊരു നേച്ചർ നമുക്കിവിടെ കാണാൻ പറ്റും. അത് മാത്രമല്ല ഭയങ്കര ക്ലീൻ ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യും. ഞാനിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഒരു ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു എന്താ പറയുക എയർ എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റി. ആൻഡ് ദാറ്റ്സ് ഓൾസോ ദ ഗുഡ് തിങ് അബൌട്ട് ജർമ്മനി. ആൻഡ് ഇനി ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ, അതിൽ മെയിൻ ആയിട്ട് ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലും പോസ്റ്റ് വഴിയാണ് നമുക്ക് കിട്ടുന്നത്. എനിക്കത് തീരെ ഇവിടെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കാരണം ഞാൻ ഇവിടെ വന്ന സമയത്ത് എൻ്റെ പോസ്റ്റ് ബോക്സ് എപ്പോഴും ഇങ്ങനെ നിറഞ്ഞിരിക്കും. ഇതെന്ത് സാധനം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഞാൻ അയച്ചതാണോ അയക്കാത്തതാണോ, ഇമ്പോർട്ടൻ്റ് ആണോ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതാണോ, ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അപ്പൊ നമുക്ക് പേടിയാവും ചില സമയങ്ങളിൽ, ദൈവം ഇതെന്താ ഇത്രയും സാധനങ്ങൾ എന്നുള്ള രീതിയിൽ. അപ്പം ഇവിടെ അങ്ങനെയാണ്. അപ്പം ഇവിടെ വരുന്നവർക്ക് എപ്പോഴും അവരുടെ പോസ്റ്റ് ബോക്സിൽ കുറേ എന്താ പറയാ, ഇങ്ങനത്തെ കുറേ കത്തുകൾ എക്സ്പെക്ട് ചെയ്യാം. ഇത് വളരെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇപ്പോഴും കത്തുകളെ പ്രണയിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ആൾക്കാർ. കുറച്ചും കൂടെ ഈ എന്താ പറയാ, പണ്ട് മുതലേ ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും അതുപോലെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ പോസ്റ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താ പറയുക, ഈ പൈസ കൊടുക്കുക. നമ്മളൊരു കടയിൽ പോയി സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഇപ്പം എല്ലായിടത്തും എന്താ പറയുക, കാർഡില്ല, ഫോണിലൂടെ പേ ചെയ്യുന്ന മെത്തേഡ് ഇല്ല എന്നല്ല. പക്ഷെ എന്താ പറയുക, കൂടുതലും ഇപ്പം നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ ആ പൈസ സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ പൈസ അതിനോട് താല്പര്യമുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ. ആൻഡ് നമ്മളിങ്ങനെ ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കുറേ കുഞ്ഞു കോയിൻസ് കിട്ടും. ആൻഡ് ഐ ഹേറ്റ് ദാറ്റ്. എനിക്കത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കാരണം പിന്നെ ഈ കോയിൻസ് ഒക്കെ നമ്മൾ ഇനി അടുത്ത സാധനങ്ങൾ മേടിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് എണ്ണി കൊടുക്കാന്ന് പോലും ബുദ്ധിമുട്ടാണ്. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് കണ്ടൊരു സാധനമാണ് എനിക്ക് പേഴ്സണലി. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്
എൻ്റെ ജോലി. ബിക്കോസ് എൻ്റെ ജോലിയിൽ എനിക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് ആണ് അത് എനിക്ക് ജോലി ചെയ്യണം എന്നുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ഇപ്പം ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഇവിടുത്തെ ആൾക്കാരായിട്ട് തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ പേഷ്യൻസ് നമുക്ക് തരുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഇവിടുത്തെ നമ്മുടെ ഡോക്ടേഴ്സ് നമുക്ക് തരുന്ന റെസ്പെക്റ്റ് ഉണ്ട്, നമ്മുടെ കൊളീഗ്സ് നമുക്ക് തരുന്ന റെസ്പെക്റ്റ് ഉണ്ട്. അത് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടൊരു സംഭവമായിട്ടാണ് തോന്നിയത്. ഞാനിവിടെ വന്ന് ജോലിക്ക് ജോയിൻ ചെയ്ത ഒരു ദിവസങ്ങളിൽ എൻ്റെ അതായത് എനിക്കിപ്പം ഓറിയന്റേഷൻ തരുന്ന സമയത്ത് എൻ്റെ അടുത്ത് അവർ പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ ഒരാളും വലുത് ചെറുത് എന്നൊന്നുമില്ല, എല്ലാവരും ഈക്വൽ ആണ്. അതായത് എല്ലാവരും അവരവരുടെ ജോലി ചെയ്യുന്നവരാണ്, അവരവർക്ക് അതിൻ്റെതായ റെസ്പെക്ട് ഉണ്ട്, എല്ലാവരും ഈക്വൽ ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് അവിടെ ഒരു സീനിയേഴ്സ് ഉണ്ട് ഒരുപാട് പേര്, എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ പേടിച്ച് അങ്ങനെ ജീവിക്കുക അങ്ങനത്തെ മെത്തേഡ് ഇല്ല. എന്നാൽ ഇവർ ജൂനിയേഴ്സ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ ചവിട്ടി താഴ്ത്തുന്ന പരിപാടി അവർക്കും ഇല്ല. എല്ലാവരും എന്താ പറയുക, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ റെസ്പെക്ട് തന്ന് കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ പറയുമല്ലോ, ഗീവ് റെസ്പെക്ട് ആൻഡ് ഗെറ്റ് റെസ്പെക്ട് എന്ന്. സത്യം പറഞ്ഞാൽ അത് കറക്റ്റ് അപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ലൈക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്, നമുക്ക് അതേപോലെ തന്നെ റെസ്പെക്ട് അതുപോലെ കിട്ടുന്നുണ്ട്. ആൻഡ് അതെനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടൊരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ജർമ്മനിയിൽ വരാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാണ്ട് പോവത്തില്ല. വേറെ ഒന്നല്ല, ലാംഗ്വേജ്. കാരണം ഇവിടെയുള്ളവര് ജർമ്മൻ തന്നെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വന്ന സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് പഠിച്ചു വന്ന ആളാണ്, പക്ഷെ വന്ന സമയത്ത് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ ഉപയോഗിക്കാൻ. കാരണം ഇംഗ്ലീഷ് അവർ ഉപയോഗിക്കേ ഇല്ല എന്നല്ല, ഇംഗ്ലീഷ് യൂസ് ചെയ്യും, പക്ഷെ നമുക്കിപ്പോൾ ഏത് കടയിൽ ചെന്നാലും അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും എല്ലാം ജർമ്മനിലാണ്. അതിൽ ഒരു സാധനം പോലും ഇംഗ്ലീഷിലില്ല. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, നമ്മളെല്ലാം ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കണം. വന്ന സമയത്ത് എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നിയത്. പക്ഷെ ഇപ്പം ജർമ്മനൊക്കെ പഠിച്ചു. ജർമ്മന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ജർമ്മൻ ഞാൻ എങ്ങനെയാണ് പഠിച്ചത്, എങ്ങനെയാണ് ജർമ്മൻ പഠിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് താല്പര്യമുള്ളവർക്ക് ചാനലിൽ പോയി നോക്കാവുന്നതാണ്. അങ്ങനെ അങ്ങനെയാണ് ഞാൻ ജർമ്മൻ പഠിക്കുന്നത്. ആൻഡ് ജർമ്മൻ പഠിച്ചപ്പം ഇവിടുത്തെ ലൈഫ് കുറച്ചും കൂടെ ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കുറച്ചും കൂടെ എളുപ്പമാണ് ഇവിടെ. എന്താ പറയാ, നമ്മുടെ ഇവിടുത്തെ ലാംഗ്വേജ് അറിഞ്ഞിരുന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ. ആൻഡ് ഇവിടുത്തെ ഒരു നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ നല്ല കാര്യമാണ്. എന്നാൽ പെട്ടെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇവിടുത്തെ ആൾക്കാരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അവർ ഭയങ്കര ഓപ്പൺ ആണ്, എന്നാൽ അവർ ഭയങ്കര ഡയറക്റ്റ് ആണ്. അതായത് അവർ ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മുഖത്തടിച്ച പോലെ കാര്യങ്ങൾ പറയും. അവർക്ക് എന്താണോ പറയാനുള്ളത് അത് മുഖത്ത് നോക്കി ആരെയും പ്ലീസ് ചെയ്യാൻ അവർ നോക്കാത്ത ഒരാൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഓപ്പൺ ആയിട്ട് കുറച്ചും കൂടി റഫ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ടൈം ഒക്കെ ഇപ്പം ചില കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും, ദൈവമേ ഇത് നമ്മളെ വഴക്ക് പറഞ്ഞതാണോ, നമ്മളെ ശരിക്കും അല്ലാണ്ട് എന്താ പറയുക നോർമലായിട്ട് പറഞ്ഞാണോ എന്ന്. ആൻഡ് ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഹോണസ്റ്റി കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജർമ്മൻസിന്റെ ഒക്കെ ഒരു ട്രസ്റ്റ് നേടിയെടുക്കുക എന്ന് പറയുന്നത് സാധാരണ കാര്യമല്ല, അത് വലിയൊരു ട്രഷറാണ് ആക്ച്വലി. പക്ഷെ എനിക്ക് ഇവിടുത്തെ എനിക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പം ഈ സൈലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് ഒച്ച ഉണ്ടാക്കുന്ന ഒരു കൂട്ടത്തിലായതുകൊണ്ട് എനിക്ക് ഈ സൈലൻസ് പെട്ടെന്ന് ഭയങ്കര എൻ്റെ ഇതെന്തിങ്ങനെ ഇത്ര സൈലന്റ് ആയിരിക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ഇവിടെ സൺഡേ നമുക്കിവിടെ ഒച്ച ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ സൺഡേ റൂഹെ ടാഗ് തന്നെയാണ് അറിയപ്പെടുന്നത്. അതായത് ക്വയറ്റ് ഡേ എന്നാണ്, ഒച്ച ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളൊരു മെത്തേഡാണ് അത്. അതെനിക്ക് എൻ്റെ പേഴ്സണലിൽ എനിക്കത് അത്രയും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എനിക്കിങ്ങനെ ഇച്ചിരി ഒച്ചയൊക്കെ ഉണ്ടാക്കി ഉള്ള ഒരു ജീവിതമാണ് കൂടുതൽ ഇഷ്ടം, അങ്ങനത്തെ ആളായതുകൊണ്ടാണ്. പക്ഷെ സൈലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. സോ ഗൈസ്, ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ആണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. Ciao!